ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പിരമിഡ് എന്ന പദവിയുള്ളത് ഈജിപ്തിലെ ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിനാണെന്ന് നമുക്കറിയാം. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ഇതല്ല. മെക്സിക്കോയിൽ സ്ഥിതി ചെയ്യുന്ന ചോളുലയിലെ ഗ്രേറ്റ് പിരമിഡിനാണ് ആ ബഹുമതിയുള്ളത്. ചോളുല പിരമിഡിന്റെ ഉയരം വെറും 66 മീറ്റർ മാത്രമാണ്. പക്ഷേ ഇത് 300 മുതൽ 315 മീറ്റർ വരെ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്നു. 4.45 ദശലക്ഷം ക്യൂബിക് മീറ്ററാണ് ഇതിന്റെ മൊത്തം വ്യാപ്തം. ഇത് ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിന്റെ ഇരട്ടി വരും. എന്നാൽ ദൂരെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇവിടെ ഒരു പിരമിഡ് ഉള്ളതായി തോന്നില്ല. പരന്നുകിടക്കുന്ന ഒരു പർവ്വതഭാഗം പോലെയാണ് ദൂരക്കാഴ്ചയിൽ ഇത് തോന്നുക. ആരെയും ആകർഷിക്കുന്ന വലിപ്പവും നിർമ്മിക്കാൻ അശ്രാന്ത പരിശ്രമവും ആവശ്യമായി വന്നിട്ടും പൂർത്തിയാക്കി ഏതാനും നൂറ്റാണ്ടുകൾക്കു ശേഷം ചോളുലയിലെ ഗ്രേറ്റ് പിരമിഡ് ഉപേക്ഷിക്കപ്പെട്ടു. 19-ാം നൂറ്റാണ്ടിൽ ഇത് വീണ്ടും കണ്ടെത്തുകയും പിന്നീടുള്ള ദശാബ്ദങ്ങളിൽ ഒട്ടേറെ ഖനനപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. എന്നിരുന്നാലും ഇതിന്റെ മുഴുവൻ ഭാഗങ്ങളെക്കുറിച്ചുമുള്ള പഠനം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഈജിപ്തിൽ ഉള്ളതുപോലെ രാജാക്കന്മാരുടെ മമ്മികൾ സൂക്ഷിക്കാനല്ല ഇത് നിർമ്മിച്ചത്. കാറ്റിന്റെയും മഴയുടെയും ദേവനായ ക്വെറ്റ്സാൽകോട്ടിനായി സമർപ്പിച്ചതാണ് ഈ പിരമിഡ്. ഒരു സഹസ്രാബ്ദത്തിനു മുൻപ് മെക്സിക്കോയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായിരുന്നു ചോളുല എന്ന് ആസ്ടെക് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഏകദേശം 1881 മുതൽ അമേരിക്കൻ പുരാവസ്തു ഗവേഷകനായ അഡോൾഫ് ബാൻഡലിയർ ആണ് ഇവിടെ ആദ്യം ഖനനം നടത്തിയത്. പിന്നീടുള്ള വർഷങ്ങളിൽ ഇവിടുത്തെ കൂടുതൽ നിഗൂഢതകൾ അനാവരണം ചെയ്യപ്പെട്ടു. ഇപ്പോഴും പിരമിഡിനെക്കുറിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നടക്കുന്നു. ഇന്ന് ഇവിടം ഒട്ടേറെ സന്ദർശകർ എത്തുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. പ്രദേശത്തിന്റെ ഭൂരിഭാഗവും പൊതുജനങ്ങൾക്ക് നടന്നു കാണാവും. സഞ്ചാരികൾക്ക് മുകളിലെ സ്പാനിഷ് പള്ളി സന്ദർശിക്കാം. പിരമിഡിന് കീഴിലുള്ള തുരങ്കങ്ങളിൽ കയറാം. ഈജിപ്തിലെ 4500 വർഷം പഴക്കമുള്ള ഖുഫു ഹ്യൂഫ്യൂ എന്ന പിരമിഡിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു അറ കണ്ടെത്തിയതായി ഈജിപ്ഷ്യൻ പുരാവസ്തു അധികാരികൾ ഈയിടെ അറിയിക്കുകയുണ്ടായി. മുമ്പ് ചിയോപ്സ് പിരമിഡ് എന്നും ഗിസയിലെ ജേസ ഏറ്റവും വലിയ പിരമിഡ് എന്നും ഇതറിയപ്പെട്ടിരുന്നു. പുരാതന കാലത്തെ 7 ലോകാത്ഭുതങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ഒരേയൊരു നിർമ്മിതിയാണിത്. 146 മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കപ്പെട്ട് ഇപ്പോൾ 139 മീറ്ററിൽ നിൽക്കുന്ന ഖുഫു പിരമിഡ് 1889-ൽ ഈഫൽ ടവർ പൂർത്തിയാകുന്നതുവരെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിതിയായിരുന്നു. പിരമിഡുകൾ കൃത്യമായി എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്ന ചോദ്യം നൂറ്റാണ്ടുകൾക്കിപ്പുറവും വിദഗ്ധരെ കുഴക്കുന്ന ചോദ്യം തന്നെയാണ്. ഇന്ന് ഈജിപ്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണിത്, ഒപ്പം വരുമാനവും. ഗിസയിലെ 3 പിരമിഡുകളിൽ ഏറ്റവും വലുതാണ് ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ്. യഥാർത്ഥത്തിൽ ഗിസയുടെ സമതലത്തിൽ നിന്നു ഏകദേശം 147 മീറ്റർ ഉയരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഈജിപ്തിലെ പഴയ രാജ്യത്തിലെ ഏറ്റവും വലിയ ഫറവോയായി കണക്കാക്കപ്പെടുന്ന ഖുഫുവിന്റെ ഭരണകാലത്ത് ഏകദേശം 2550 ബിസിയിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്.
2.5 മുതൽ 15 ടൺ വരെ ഭാരമുള്ള 2.5 മില്യൺ കല്ലുകൾ ഉപയോഗിച്ചാണ് പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത്. 4500 വർഷം പഴക്കമുള്ള ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിന്റെ പ്രധാന കവാടത്തിനു സമീപം ശാസ്ത്രജ്ഞർ 9 മീറ്റർ നീളവും ഏകദേശം 2 മീറ്റർ വീതിയുമുള്ള ഒരു രഹസ്യ ഇടനാഴി കണ്ടെത്തി. കോസ്മിറ്റെ മ്യൂവോൺ റേഡിയോഗ്രാഫി എന്ന നോൺ ഇൻവേസീവ് ടെക്നിക് ഉപയോഗിച്ച് 2016 സ്കാൻ പിരമിഡ്സ് പ്രോജക്റ്റാണ് ഈ കണ്ടെത്തൽ നടത്തിയതെന്ന്. അതിനുശേഷം ശാസ്ത്രജ്ഞർ ഒന്നിലധികം രീതികൾ ഉപയോഗിച്ച് കണ്ടെത്തിയ ഘടനയെക്കുറിച്ച് ഒരു പഠനം നടത്തി. അതിലെ കണ്ടെത്തലുകൾ വ്യാഴാഴ്ച നേച്ചർ ജേണലിൽ പ്രസിദ്ധീകരിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ സ്കാനിംഗ് തുടരുകയാണ്, അതിലൂടെ എന്തു ചെയ്യാനാകുമെന്ന് നമുക്ക് കാണാം. അതോടെ അതിനിടയിൽ അല്ലെങ്കിൽ ഈ ഇടനാഴിയുടെ അവസാനത്തിൽ എന്താണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഈജിപ്തിലെ സുപ്രീം കൗൺസിൽ ഓഫ് ആന്റിക്വിറ്റീസ് മേധാവി മുസ്തഫ സീരി പിരമിഡിനു മുൻപിൽ വച്ചുള്ള പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഗിസയിലെ 3 പിരമിഡുകളിൽ ഏറ്റവും വലുതാണ് ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ്. യഥാർത്ഥത്തിൽ ഗിസയുടെ സമതലത്തിൽ നിന്നു ഏകദേശം 147 മീറ്റർ ഉയരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഈജിപ്തിലെ പഴയ രാജ്യത്തിലെ ഏറ്റവും വലിയ ഫറവോയായി കണക്കാക്കപ്പെടുന്ന ഖുഫുവിന്റെ ഭരണകാലത്ത് ഏകദേശം 2550 ബിസിയിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2.5 മുതൽ 15 ടൺ വരെ ഭാരമുള്ള 2.5 മില്യൺ കല്ലുകൾ ഉപയോഗിച്ചാണ് പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി റിങ്ങിന്റെ ഒരു നേട്ടമായിരുന്നു ഗ്രേറ്റ് പിരമിഡിന്റെ നിർമ്മാണം. സമുച്ചയത്തിന്റെ വിസ്താരം മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, യുഗയിലെ ലിങ്കൺ കത്തീഡ്രലിന്റെ ഗോപുരം AD 1400 അതിനെ മറികടക്കുന്നതുവരെ ഈ ഗ്രഹത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഘടനയായിരുന്നു ഗിസ പിരമിഡ്. മാത്രമല്ല അതിന്റെ സമമിതിയും 4 പ്രധാന ദിശകളുമായുള്ള സമ്പൂർണ്ണ വിന്യാസവും. അങ്ങനെ വർഷങ്ങളായി ഈ ഘടന പലരുടെയും കൗതുക വസ്തുവാണ്. BC 5-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ഇതിനെക്കുറിച്ച് പ്രകീർത്തിച്ച് എഴുതിയിരുന്നു. മധ്യകാലഘട്ടത്തിലെ അറബ് സഞ്ചാരികൾ ഈ ഘടന വളരെ കൃത്യതയോടെ വിവരിക്കുകയും അളക്കുകയും ചെയ്തു. നെപ്പോളിയൻ ബോണപാർട്ട് 1798-ലെ തന്റെ നൈൽ പര്യവേഷണ വേളയിൽ പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞരും അടങ്ങിയ ഒരു സംഘത്തോടൊപ്പം ഗിസയിൽ ദിവസങ്ങൾ ചെലവഴിച്ചിരുന്നു. പ്രത്യക്ഷത്തിൽ നമുക്ക് അറിയാവുന്ന ഈജിപ്തോളജിയുടെ ആധുനിക മേഖല ആരംഭവും കൂടിയായിരുന്നിത്. എന്നാൽ ഗ്രേറ്റ് പിരമിഡിന്റെ ഉയർന്ന സാന്നിധ്യം പോലെ ഒരുപക്ഷേ അതിലും വലിയ ആകർഷണം അത് മറച്ചുവച്ചിട്ടുള്ള രഹസ്യങ്ങളാണ്. പല നിഗൂഢതകളും മറച്ചുവച്ചിരിക്കുന്ന ഇടനാഴികളും അറകളും ഇതിനുള്ളിലുണ്ട്. ചിലത് ഇപ്പോഴും സ്പർശിച്ചിട്ടില്ല, ഇതിനകം കണ്ടെത്തിയതും വിസ്മൃതിലാണ്ടുവയുണ്ട്, മറന്നുപോയതുമുണ്ട്. ഇവയിൽ പലതിലും ഇപ്പോഴും പ്രവേശിക്കാവുന്നതാണ്. ഖുഫുവിന്റെ പിരമിഡിൽ ഏത് പിരമിഡിനുള്ളിലും മറഞ്ഞിരിക്കുന്ന ഏറ്റവും വിപുലമായ ഇടനാഴികളും അറകളും അടങ്ങിയിരിക്കുന്നതായി സ്മിത്സോണിയൻ മാഗസിൻ പറയുന്നു. BC 2630-നും 1750-നും ഇടയിൽ നിർമ്മിച്ച അത്തരം 35 ശവകുടീരങ്ങളിൽ ഒന്നാണിത്. ഭൂനിരപ്പിൽ നിന്നു വളരെ ഉയരത്തിൽ തുരങ്കങ്ങളും നിലവറകളും ഉൾക്കൊള്ളുന്നു. മറ്റുള്ളവയിൽ ഭൂരിഭാഗവും തറനിരപ്പിലോ അതിനു താഴെയോ ഉള്ള ഒരു അറയുണ്ട്. ബാക്കി ഘടനകൾ ഉള്ളിൽ പൂർണ്ണമായും ഉറച്ചതാണ്. ഈജിപ്തിലെ പുരാതന കാലത്തെ നിധി വേട്ടക്കാരെയും പണ്ഡിതന്മാരെയും ഒരേപോലെ ആകർഷിച്ച ഒരു ഘടകം മഹത്തായ ഒരു ലോകം പിരമിഡ് അതിനുള്ളിൽ മറച്ചുവെച്ചു എന്നുള്ളതാണ് എന്നാണ് ഇതിനർത്ഥം. ഇന്ന് ഉപയോഗിക്കുന്ന വിനോദസഞ്ചാരികളുടെ പ്രവേശന കവാടം മധ്യകാലഘട്ടത്തിൽ അബ്ബാസിദ് ഖലീഫ് അൽമാമൂന്റെ ആളുകൾ കുഴിച്ച പാതയാണ്.